ചിറ്റാറ്റുകരയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞ് ഒരാളെ കുത്തിക്കൊന്നു. പാപ്പാനടക്കം നിരവധി പേർക്ക് പരിക്ക്. ആലപ്പുഴ മുഹമ ആരിക്കര സ്വദേശി പുളിമുട്ടിക്കോളനി വീട്ടിൽ 41 വയസ്സുള്ള ആനന്ദനാണ് മരിച്ചത്. ചിറ്റാറ്റുകര പൈങ്കണ്ണിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ചിറ്റിലപ്പിള്ളി ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 10 കിലോമീറ്ററോളം ഓടിയ ആനയെ 1 മണിക്കൂറിന് ശേഷമാണ് തളയ്ക്കാനായത്. എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പാപ്പാന്മാർ ആനയെ കുളിപ്പിക്കുകയായിരുന്നു. ഈ സമയം പാപ്പാൻ രാജനെ ആന തുമ്പികൊണ്ട് തട്ടിത്തെറിപ്പിച്ചോടി. 1 കിലോമീറ്ററോളം ഓടിയ ആന കിഴക്കേത്തല റെയിൽവേ ഗേറ്റ് കടന്ന് തൊട്ടടുത്ത പറമ്പിൽ വിശ്രമിക്കുകയായിരുന്ന ആനന്ദനെ കുത്തുകയായിരുന്നു. പപ്പട കച്ചവടത്തിനെത്തിയ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം 20ഓളം വരുന്ന കൂടെയുണ്ടായിരുന്ന നാടോടി സംഘം ഓടി രക്ഷപ്പെട്ടു. സുഖമില്ലാത്തതിനാൽ ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്ന ആനന്ദനെ ആന തുമ്പികൊണ്ട് തട്ടിയിട്ട ശേഷം 2 തവണ വയറിൽ കുത്തുകയായിരുന്നുവെന്ന് ബന്ധുവും ദൃക്സാക്ഷിയുമായ രാധിക പറഞ്ഞു. ഞാൻ ഇവരെന്ത് 3 പേരെടുത്ത് ഓടിച്ച് മതിൽ ചാടി. ആ ഏട്ടൻ ബേക്കിലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഏട്ടനെ മറിച്ചിട്ടിട്ട് കുത്തി 2 പ്രാവശ്യം കുത്തി. ഈ സമയം ആനന്ദന് ചായ വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നുവെന്ന് ഭാര്യ രഞ്ജു പറഞ്ഞു. പുള്ളി വയ്യാണ്ട് കിടക്കുന്ന ആളായിരുന്നു. ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോയതാ. റെയിൽവേ ഇല്ല, ആ റെയിൽവേ കോസിന്റെ പുറത്തുകൂടി ആന അത് പറമ്പിന്റെ താഴെ കൂടെ ഇറങ്ങി വന്നിട്ട് എന്റെ ഭർത്താവ് കഴിഞ്ഞു നോക്കി ഓടാനായിട്ട് പറ്റിയില്ല. ആ ആന വന്ന് ഒറ്റ തട്ട്, ആ തട്ടിയ വ്യാക്കിൽ ആളങ്ങനെ വീണു. വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് ആനന്ദ് ജീവനുണ്ടായിരുന്നുവെന്ന് സഹോദരി മഞ്ജു പറഞ്ഞു. പുള്ളി കണ്ടെത്തിരുന്ന് ഓടിച്ചോണ്ടിരുന്ന ഇപ്പോഴത്തെ പാന തട്ടി താഴെട്ടാണ് കുത്തിയത്. ആ രംഗം വരെ ഞങ്ങൾ കണ്ട. പിന്നെ ആൾക്കാരൊക്കെ കൂടിയപ്പോൾ ആംബുലൻസൊക്കെ കുറേ നേരം കടന്നിട്ടാണ് പൗളിനെ എടുത്ത് വണ്ടി പിടിച്ച് വണ്ടിക്കകത്ത് കൊണ്ട് ഇവിടെ കൊണ്ടെത്തി. പിന്നെ ആൾക്കാരൊന്നും പുള്ളി ജീവനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ടാണശ്ശേരി മെയിൻ റോഡ് വരെ എത്തിയ ആനയെ പാപ്പാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന സംഘമാണ് തളച്ചത്. ഉടൻ തന്നെ ആനയെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഗുരുവായൂർ തൃശൂർ റോഡിൽ 20 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് നിസ്സാര പരിക്കേറ്റു. ആനയില്ലാതെ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി. TCB ന്യൂസ്, ഗുരുവായൂർ.